ഇതിനകത്തെന്താ വെള്ളം വരാത്തെ? മോളെ ആ മോട്ടർ ഒന്നിട്ടേ. അമ്മേ മോട്ടർ കേടായോ? അയ്യോ കേടായോ? എത്ര ഇരുട്ടി മുടിയൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ. നീ എന്റെ പ്ലംബിംഗ് പണിക്കല്ലേ വരുന്നേ? ഫാഷനിലേക്കൊന്നും എന്തുവാടേ ഞാൻ ഈ മുടി ഒന്ന് ജീവിക്കോട്ടെ. ആദ്യമായിട്ടൊക്കെ വരുമല്ലേ, അപ്പൊ ഇച്ചിരി ഒരുങ്ങി വരാന്ന് കരുതി. ആ സമയം പോയി കഴിഞ്ഞാ അങ്ങേര് വല്ലതും പറയുന്നു. അല്ല നിനക്ക് എങ്ങനാ ആ പ്ലംബിംഗ് പണി കിട്ടിയത്? അതിപ്പോ കിട്ടിയില്ലയോ? കിട്ടിയാ പോരെ, നമുക്ക് പൈസ കിട്ടിയാ പോരെ. ഏതായാലും പ്ലംബിംഗ് പണി ബാബാ പണി കിട്ടിയില്ലോ, അതുപോലെ. വല്ല വള്ളിക്കെട്ട് വല്ല ആണോട്? എന്തോ വള്ളിക്കെട്ട്? ഒരു വള്ളിക്കെട്ടുമില്ല. വാ നമുക്ക് പോവാ. ചോദിച്ചേ ഇവിടെ ഒന്ന് പ്ലംബിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളാണോ പണിക്ക് വന്നേ? രാവിലെ മോട്ടർ ഇട്ടപ്പോ വെള്ളം മണ്ടക്കോട്ട് കേറുന്നു. പിന്നെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോകുന്ന കരുതി പിന്നെ ഇട്ടില്ല. ആഴം നോക്കുവാന്നോ? ചേട്ടനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ചേട്ടൻ ഒറ്റ നോട്ടം മതി, എന്ത് പ്രശ്നം കണ്ടുപിടിക്കാം കേട്ടോ. മോട്ടറിന്റെ ഫുട്ബോൾ പോയതാ. ഇറങ്ങി അയക്കേണ്ടി വരും. അങ്ങനെ ഇറങ്ങാനോ? ഇപ്പൊ വെള്ളത്തിന്റെ കാര്യമല്ലേ, ഇറങ്ങിയല്ലേ പറ്റൂ. ഇറങ്ങിക്കോ. എക്സ്ട്രാ 1000 ആവേ. റിസ്ക് ഉള്ള തരാ. പോച്ചയൊക്കെ പറിക്കാനുണ്ട്. തോട്ട പോച്ച പോച്ച പറി. എല്ലാരും ഇറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. അകത്ത് കയറിക്കോ. നിങ്ങളെ വിളിക്കാം. അറിഞ്ഞിട്ടില്ലേ? അത് ചേട്ടാ ഈ കയറുകല്ലേ? അടിപൊളി. വേറെ മേടിച്ചോ. വടം വേണ്ടി വരും. വാടക ഒന്നും വേണ്ട, കയറി തന്നെ മേടിച്ചിട്ടുണ്ടോ? ഓടിച്ചു. ഞാനേ ആ പടലിൽ ഇറങ്ങിക്കാം. നീ ആ പൈപ്പ് റിഞ്ച് സാധനങ്ങൾ കേട്ടോ. അണ്ണാ പൈപ്പ് റിഞ്ച് എടുത്തോണ്ട് ഇപ്പൊ വരാം കേട്ടോ. ഓ ഓ പിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. എടി നിന്റെ അച്ഛൻ കോളേജിൽ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. നിന്നെ പേടിച്ച് കോളേജിലും വിടത്തില്ല, ഫോണും മേടിച്ചു വെച്ചേക്കോ. ഭാഗ്യത്തിന് നിന്നെ അറിയത്തില്ല. എന്താ മോളെ അവിടെ നേത്രാവതി എക്സ്പ്രസ് സ്റ്റക്ക് ആയത്? ട്രാക്ക് മാറിപ്പോണോ? പൈപ്പ് റിഞ്ച് കൊണ്ടുപോടാ. നീ വന്നാലേ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അയ്യോ വീണ്ടും കണ്ടുമുട്ടിയല്ലോ. സീരിയസ്ലി പറ എങ്ങനെ കാര്യങ്ങള്? എനിക്ക് 10-22 വയസ്സായി, എന്തെങ്കിലും ഒന്ന് പറവാതോ. എനിക്കും അത്രയൊക്കെ തന്നെ ഇല്ലയോ? ഞാൻ അതാ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ വീട്ടുകാരെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്നേ? മോളെ നേത്രാവതി ട്രെയിൻ എന്താ മോളെ അവിടെ വീണ്ടും സ്റ്റക്ക് ആയത്? വാഴത്തോട്ടത്തിൽ മോടെ അച്ഛൻ കൊണ്ടു വെച്ചേക്കുന്നോ കറിവേപ്പില? മോനെ മോനിങ് വന്നേ. മോനെന്താ ഇവിടെ? അത് പൈപ്പ് റേഞ്ച് നോക്കി വന്നു. ഓ ഈ വാഴത്തോട്ടത്തിലോ? ആ ഇവിടെ കാണുമായിരിക്കും. മോനെ പൈപ്പ് റേഞ്ച് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മോനെ അങ്ങോട്ട് പോയട്ടെ. മോളെ മോളെ പിന്നെയും ട്രാക്ക് മാറുന്നു. തന്ത ഒരു തരത്തില് സമ്മതിക്കുന്നില്ല. എന്തൊരു ശല്യം അങ്ങേര്. അണ്ണ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? നിന്നെ എന്തിനാ പറഞ്ഞു വിട്ടെ? അയ്യോ പൈപ്പ് റേഞ്ച് അടിക്കാം. ഇപ്പൊ എടുത്തിട്ടെ. അത്രത്തെ ബന്ധമാണ് നിങ്ങൾ തമ്മില്. അണി എന്നെ കരുവാക്കോല്ലടാ. അണ്ണ സത്യമായിട്ട് ഞാൻ അവളെ കാണാനാണ് വന്നേ. അണ്ണ എന്റെ കൂടെ ഒന്ന് നിക്കണ്ണ. പണിയാരെടുക്കൂടെ കൂടെ ഇനി? അയ്യോ അണ്ണ ഇവിടെ പണിയൊന്നും ഇല്ല. അവള് ചുമ്മാ വിളിച്ചു. അവള് വീട്ടുകാരോട് പറഞ്ഞേ ഇങ്ങനെ മോട്ടർ കംപ്ലൈന്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് എന്നെ കാണാൻ വേണ്ടിട്ട്. അല്ല ഇവിടെ പണിയൊന്നും ഇല്ല അണ്ണാ. ഇതിൽ എനിക്കെന്ത് ലാഭം? പണിയില്ലാതെ ഞാൻ അണ്ണന് പൈസ മേടിച്ചു തരും. പോരായോ? ഇത് കൂടുതൽ എന്തോ ഓഫർ ആണെന്ന് ഞാൻ തരണേ. പക്ഷെ അണ്ണൻ എനിക്കൊരു സഹായം ചെയ്യണം. ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യം ഒത്തു തരണം. അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുപിടിച്ചു? വെള്ളമാണല്ലോ. എന്താ ഇവിടെ ഇരിക്കുന്നേ? വെള്ളമാ. അതിനിപ്പോ എന്താ, ഞാൻ അപ്പുറത്താക്കി തന്നാ പോരെ. ഹായ് മൈ നെയിം. നീ പ്രഭാസോ? നീ പോയിട്ടെ പൈപ്പ് റിഞ്ച് എടുക്കും. പൈപ്പ് റിഞ്ചോ? ഹലോ ഇവിടെ ആരും ഇല്ലേ? നീ അങ്ങോട്ട് പോടാ. അല്ല ഇവിടെ ആരും ഇല്ലേ? അതെ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാ. ഈ കയറ് വിടരുത്, മറക്കരുത്. അമ്മേ ഞാൻ ചീര പറിച്ചിട്ട് വരാവേ. ചീര പറിക്കാനോ? ஆரஞ்சு பழமா ஜாதி மல்லி வாங்குவ மொலமா. ഇപ്പളാ കറക്റ്റ് പൊസിഷൻ ആയത്. உனக்கு நீ உசிரைய தரமா கிடைச்ச குத்தம்மா நீய வரமா. ഞാൻ കേറുവാണ്. ഓ ഒന്ന് കേറി വാടോ. നേത്രാവതി ട്രാക്ക് തെറ്റിയോ മോളെ? ഇല്ലച്ചാ, ഓൺ ടൈമും കറക്റ്റ് ട്രാക്കും ആണല്ലോ. തന്നെ എന്നാലേ മുടിയൊക്കെ നേരെ വെക്ക് കേട്ടാ. ഇനി മോട്ടർ ഇടാ കേട്ടോ. ഓ ഓർഡർ. പറഞ്ഞോണ്ട് നഷ്ടമായിരുന്നു. പോവാ.
പോട്ടെ. ഹലോ, പാറ ജംഗ്ഷൻ. ആ ശരി, പാറ ജംഗ്ഷനില്ലേ ഒരു മോട്ടോർ ശരിയാക്കാനുണ്ട്. എങ്ങനാ പോന്നോ? ഒരു മയത്തിലൊക്കെ വേണം കേട്ടോ. ഇപ്പൊ വന്നവന് നീ തമ്മിൽ എന്തോടി ബന്ധം? ഇവിടെ നടക്കുന്ന കാര്യം നീ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ലച്ചാ, ഞാനിത് പത്രം ഒന്നും വായിച്ചില്ലല്ലോ. എന്നാ പത്രം പോന്ന വഴിക്ക് വായിച്ചിട്ടു. ആങ്ങളാ കഴുത. ഞാനാ വിളിച്ചേ. ആ എന്തായിരുന്നു? ഇവിടെ ബ്രേക്കറെ ഇടക്കിടക്ക് ഓഫ് ആവുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞായിരുന്നു. അത് നോക്കാൻ വന്ന ഇലക്ട്രീഷ്യനാ. ആര് പറഞ്ഞു? ഞാൻ അവർക്ക് ബ്രേക്കിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അത് ശരിയാക്കാൻ വിളിച്ചതാ. അവള് വിളിച്ചെങ്കി എന്നാ നോക്കിക്കും. എത്ര കേട്ടോ ഈ ബ്രേക്കർ ഓഫ് ആവുന്നത്? உரிச்சி வச்ச ஆரஞ்சு பழமா ஜாதி மல்லி வாங்குவ மொலமா ആരെങ്കിലും കുറച്ച് വെള്ളം തരണേ. கருப்பு நிலா பாத்தியா மாமா എത്ര വട്ടം ഷോർട്ടാക്കിയിട്ട് അമ്മയെ കൊണ്ട് വിളിപ്പിച്ചെന്നറിയാമോ? ഇപ്പൊ കോളേജിലൊന്നും വിടത്തില്ലയോ? ഫോണും തരത്തില്ല. ഇല്ല, എന്റെ ട്രൂ ലവ് ആർക്കും മനസ്സിലാവത്തില്ല. മോളെ നേത്രാവതി, ട്രാക്കിപ്പോ. ഇവർ റെയിൽവേ ഉണ്ടോ? അച്ഛൻ നടക്കുന്നേ. അതെ, ഞാൻ ഷോർട്ടാക്കി ട്രിപ്പ് ചെയ്തേ ഇപ്പൊ ഇത് ശരിക്കും ട്രിപ്പ് ആവുന്നുണ്ട്. എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കണേ. മോളെ നേത്രാവതി. വിളിക്കുന്നു ചെല്ല്. ഇത് ശരിയാക്കാനുള്ള മാർഗം എന്റെ ജീവിതത്തിൽ ഇനി ഇത് ഓഫാകത്തില്ല. ബ്രേക്കറൊക്കെ നമുക്ക് സെറ്റാക്കാന്നല്ലേ ഉള്ളൂ. പണി കഴുകി പണിക്കൂലിയേ. 1000 ആണോ? 1000 തന്നെ. എന്നാലും എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ലേ? உரிச்சி வச்ச ஆரஞ்சு பழமா ஜாதி மல்லி வாங்குவ மொலமா എത്ര കഷ്ടപ്പെട്ടാ പൊട്ടിത്തെറിപ്പിച്ചെന്നറിയാമോ? നേത്രാവതി, ട്രാക്കി കേറ്.